Welcome to today's class. Chemical properties of metals and non-metals. പഠിക്കാനുള്ളത് reaction with oxygen, reaction with water, reaction with acids, reaction with bases, displacement reaction. നമുക്കിനി റിയാക്ഷൻ വിത്ത് വാട്ടർ നോക്കാം. എങ്ങനെയാണ് മെറ്റൽസും നോൺ മെറ്റൽസും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നത്? റിയാക്ഷൻ വിത്ത് വാട്ടറിൽ ഫസ്റ്റ് നമുക്ക് മെറ്റൽസ് നോക്കാം. ഓരോ മെറ്റലും ഓരോ തരത്തിലാണ് വാട്ടറിൽ റിയാക്ട് ചെയ്യുക. ചില മെറ്റൽസ് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും, വെരി റിയാക്റ്റീവാണ്. ചിലത് വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. ഇവിടെ ഫസ്റ്റ് പറയുന്ന കേസ് സോഡിയത്തിൻ്റെയാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ വെരി റിയാക്റ്റീവാണ്. ഓക്സിജൻ്റെയും വാട്ടറിലൊക്കെ നന്നായിട്ട് റിയാക്ട് ചെയ്യും, കുറേ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സോഡിയം കെറോസിനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് ഒരു ടംബ്ലറിൽ കുറച്ച് വാട്ടർ എടുക്കുക, എന്നിട്ട് ഒരു പീസ് ഓഫ് സോഡിയം അതിലേക്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഗറസ് റിയാക്ഷൻ നടക്കും അല്ലേ? കാരണം അത് സോഡിയം കാച്ചസ് ഫയർ ഇൻ വാട്ടർ എന്നാണ്, അത്രയും വിഗറസ് റിയാക്ഷനാണ്. ആ സമയത്ത് റെഡ് ലിറ്റ്മസും ബ്ലൂ ലിറ്റ്മസും വെച്ച് ടെസ്റ്റ് ചെയ്യാനാണ് പറയണം. സോഡിയം എന്നുള്ളതൊരു മെറ്റലാണ്, അതുകൊണ്ട് തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുകയാണ് ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അയേണ് വാട്ടറിൽ വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. സോഡിയം മെറ്റലായിരുന്നു, അയേൺ മെറ്റലാണ്. ബട്ട് അയേൺ റിയാക്ട്സ് വെരി സ്ലോലി വിത്ത് വാട്ടർ. നോൺ മെറ്റൽസ് ജനറലി വാട്ടറിൽ റിയാക്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നോൺ മെറ്റൽസ് വാട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഫോസ്ഫറസ് നോൺ മെറ്റൽ എയറിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ തന്നെ അത് ഇറ്റ് ക്യാച്ചസ് ഫയർ. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വാട്ടർ. അപ്പോൾ എല്ലാ മെറ്റൽസും ഒരേപോലെ എല്ലാ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, എല്ലാ നോൺ മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് സോഡിയത്തിൻ്റെയും അയേണിൻ്റെയും കേസാണ്. സോഡിയം മെറ്റൽ എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് പറയുന്നത് സോഡിയവും അയേണുമാണ്. സോഡിയം വിഗറസ് റിയാക്ഷനാണ്, അയേൺ റിയാക്ട്സ് വെരി സ്ലോലി വിത്ത് വാട്ടർ. അത് രണ്ട് മെറ്റൽസാണ്. പിന്നെ മറ്റ് നമ്മൾ പറഞ്ഞത് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് ജനറലി വാട്ടറിൽ റിയാക്ട് ചെയ്യില്ല. തേർഡ് കേസ് പഠിക്കുന്നത് റിയാക്ഷൻ വിത്ത് ആസിഡ്സ് ആണ്. ആസിഡ്സ് ആയിട്ട് മെറ്റൽസും നോൺ മെറ്റൽസും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു സെക്ഷനിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോൺ മെറ്റൽസ് ജനറലി ആസിഡിൽ റിയാക്ട് ചെയ്യാറില്ല. ഹൈഡ്രജൻ ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ടാണ്. അപ്പോൾ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മെറ്റലും ഒരു ആസിഡും എടുക്കും. സിങ്കാണ് മെറ്റൽ എന്ന് വിചാരിക്കുക, HCl ആണ് യൂസ് ചെയ്യുന്ന ആസിഡ് എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ റിയാക്ഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒരു ബേണിംഗ് മാറ്റ് സ്റ്റിക്ക് കാണിച്ചാൽ ആ വരുന്ന ഗ്യാസ് ഈ മാറ്റ് സ്റ്റിക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് പോപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബേൺ ചെയ്യുന്ന മാറ്റ് സ്റ്റിക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് പോപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ആണെന്നാണ് പറയുന്നത്. അതൊരു ടെസ്റ്റ് ഫോർ ഹൈഡ്രജൻ ആണ്. നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ദെൻ നോൺ മെറ്റൽസ് ജനറലായിട്ട് ആസിഡായിട്ട് റിയാക്ട് ചെയ്യാറില്ല. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് ബേസസ് നോക്കാം. ബേസസ് ആയിട്ടും സെയിം റിയാക്ഷനാണ്. ബേസസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസിന് ലിബറേറ്റ് ചെയ്യും. നോൺ മെറ്റൽസും ബേസസും തമ്മിലുള്ള റിയാക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ 8th സ്റ്റാൻഡേർഡ് സിലബസിലേക്ക് ഇല്ല. മെറ്റൽസ് ബേസസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. നോൺ മെറ്റൽസ് ബേസസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ വളരെ കോംപ്ലക്സ് റിയാക്ഷനാണ്. ഇനി ഇതിൽ ലാസ്റ്റ് റിയാക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇതിനൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇവിടെ 5 ബീക്കർ എടുത്തിട്ടുണ്ട്. ഈ 5 ബീക്കേഴ്സിൽ ഓരോരോ സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്സർവേഷനിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ 5 ബീക്കേഴ്സ് എടുത്തിട്ട് ഈ 5 ബീക്കേഴ്സിൽ 50 ml വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതിൽ ഓരോരോ സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ സിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് ആണ് എ. ബിയിൽ കോപ്പർ സൾഫേറ്റ് പ്ലസ് അയേൺ നെയിലാണ്. കോപ്പർ സൾഫേറ്റ് പ്ലസ് അയേൺ നെയിൽ. സിയിൽ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ.
സിയിൽ സിങ്ക് സൾഫേറ്റും കോപ്പറുമാണ്. ഡിയിൽ അയൺ സൾഫേറ്റും കോപ്പറുമാണ്. ഇയിൽ സിങ്ക് സൾഫേറ്റും അയണുമാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റിൽ കോപ്പർ സൾഫേറ്റും സിങ്കും എടുത്തിട്ടുണ്ട്. ഇവിടെ കോപ്പർ സൾഫേറ്റും അയണും എടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് സൾഫേറ്റും കോപ്പറും എടുത്തിട്ടുണ്ട്. ഇവിടെ അയൺ സൾഫേറ്റും കോപ്പറും എടുത്തിട്ടുണ്ട്. ഇയിൽ സിങ്ക് സൾഫേറ്റും അയൺ നെയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഈ റിയാക്ഷൻ ഇത് കുറച്ച് നേരം ഈ ബീക്കർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബീക്കറിൽ കോപ്പർ സൾഫേറ്റും സിങ്കും ആയിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അതിൻ്റെ കളറ് ബ്ലൂ ആയിരുന്നു, ഇപ്പോൾ ആ കളറൊന്ന് മാറിയിട്ടുണ്ട്. ബിയിൽ കോപ്പർ സൾഫേറ്റും അയണായിരുന്നു എടുത്തിട്ടുള്ളത്, ബ്ലൂ കളർ സൊല്യൂഷൻ, അതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. സിയിൽ സിങ്ക് സൾഫേറ്റും കോപ്പറായിരുന്നു, ഒരു ചേഞ്ചും ഇല്ല സൊല്യൂഷന്, മുകളിൽ കണ്ട അതേ സൊല്യൂഷനാണ് താഴെ. ഡിയിൽ അയൺ സൾഫേറ്റും കോപ്പറായിരുന്നു, ചേഞ്ച് ഒന്നുമില്ല, മുകളിൽ കണ്ട അതേ സൊല്യൂഷൻ. ഇയിൽ സിങ്ക് സൾഫേറ്റും അയണുമായിരുന്നു, അതിലും ചേഞ്ച് ഒന്നുമില്ല. ഇപ്പോൾ നമുക്കിതിന്ന് എന്താണെന്ന് മനസ്സിലാവുന്നത്, ഈ ഫസ്റ്റ് 2 കേസസിലും ചേഞ്ച് ഇൻ കളർ വരാൻ കാരണം കോപ്പർ സൾഫേറ്റും സിങ്കും ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അത് സിങ്ക് സൾഫേറ്റും കോപ്പറുമായി മാറിയിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ കോപ്പർ സൾഫേറ്റും അയണുമാണ് ഉണ്ടായിരുന്നത്, അത് അയൺ സൾഫേറ്റും കോപ്പറുമായി മാറിയിട്ടുണ്ട്. ഈ 3 നമ്മൾ എന്താണോ ആദ്യം യൂസ് ചെയ്തത് അത് അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടില്ല, അതുകൊണ്ട് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ എന്താണ് ഈ ആക്ടിവിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വെച്ചാൽ, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അതിൻ്റെ സൊല്യൂഷൻ, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുക. ഇൻ എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ one metal displaces another metal from its compound in aqueous solution. ഇവിടെ ആദ്യം നമ്മൾ കണ്ടു, ഇവിടെ എ എന്നുള്ള ബീക്കറിൽ ബ്ലൂ കളറായിരുന്നു, കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ സിങ്ക് ആഡ് ചെയ്തു. കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് എന്നുള്ളത് അവിടെ റിയാക്ഷൻ നടന്നിട്ട് ഇവിടെ സിങ്ക് സൾഫേറ്റും കോപ്പറുമായി മാറി. അതായത് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എന്നുള്ള പാർട്ടിനെ സിങ്ക് റീപ്ലേസ് ചെയ്തു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇപ്പം ഇവിടെ കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? കോപ്പറിനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് സിങ്കിനുണ്ട്, അതുകൊണ്ട് സിങ്കാണ് കോപ്പറിനേക്കാളും റിയാക്റ്റീവ്. ഇനി അതുപോലെ തന്നെയാണ് സെക്കൻഡ് ബീക്കറിലും. അവിടെ ആദ്യം ബ്ലൂ കളർ സൊല്യൂഷൻ ആയിരുന്നു, കോപ്പർ സൾഫേറ്റും അയണുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റിനെ അയൺ സൾഫേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ് അയൺ, അതുകൊണ്ട് അവിടെ അയൺ സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യുന്നു. അപ്പോൾ ഏതൊരു റിയാക്ഷനിലാണോ വൺ മെറ്റൽ ഡിസ്പ്ലേസസ് അനദർ മെറ്റൽ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് ഇൻ അക്വസ് സൊല്യൂഷൻ, സച്ച് എ റിയാക്ഷൻ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നമുക്ക് നോക്കാം മറ്റു 3 ബീക്കറിൽ എന്താ റിയാക്ഷൻ നടക്കാഞ്ഞത്. സിയിൽ നമ്മൾ യൂസ് ചെയ്തത് സിങ്ക് സൾഫേറ്റും കോപ്പറും ആയിരുന്നു. അതിൽ സിങ്കിനെ റീപ്ലേസ് ചെയ്യാൻ കഴിവ് കോപ്പറിനില്ല. കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്, അതുകൊണ്ട് അവിടെ റിയാക്ഷൻ ഒന്നും നടന്നില്ല. ഡിയിൽ അതുപോലെ അയൺ സൾഫേറ്റും കോപ്പറാണുള്ളത്. അയണ് റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് കോപ്പറിനില്ല, അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടന്നിട്ടില്ല. ഇയിൽ സിങ്ക് സൾഫേറ്റും അയണാണ് ഉണ്ടായിരുന്നത്. സിങ്കിനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് അയണിനില്ല, അതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കാഞ്ഞത്. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക്. കോപ്പർ സൾഫേറ്റിൻ്റെ നമ്മൾ എഴുതുക CuSO4 എന്നാണ്. അതിൽ U സ്മോൾ ലെറ്ററാണ്, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ്. സിങ്കിന് ZN എന്നാണ് എഴുതുക, ഫസ്റ്റ് ലെറ്റർ Z ക്യാപിറ്റൽ N സ്മോൾ ലെറ്റർ. അപ്പോൾ ആദ്യം തന്നെ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു. കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ആഡ് ചെയ്തപ്പോൾ സിങ്ക് കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യുന്നു? കോപ്പറിനെ അതിൻ്റെ സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റിന് റീപ്ലേസ് ചെയ്തു, എന്നിട്ട് സിങ്ക് സൾഫേറ്റായി മാറി. പിന്നെ ബാക്കി വരുന്നത് ഇവിടെ കോപ്പറാണ്. അപ്പോൾ സൊല്യൂഷൻ കളർലെസ്സായി. ആ സൊല്യൂഷനിൽ നമുക്ക് റെഡ് കളർ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തതായി കാണുന്നു. ഈ റിയാക്ഷൻ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സിങ്ക്, അയൺ, കോപ്പർ ഈ 3 മെറ്റൽസിൽ ഏറ്റവും റിയാക്റ്റീവ് സിങ്കാണ്, ദെൻ അയൺ, ദെൻ കോപ്പർ. അതുകൊണ്ടാണല്ലോ ഇവിടെ സിങ്കും കോപ്പറും എന്നുള്ള റിയാക്ഷനിൽ സിങ്കാണ് കോപ്പറിനെ റീപ്ലേസ് ചെയ്തത്. അയണിലും കോപ്പറിലും അയണാണ് റീപ്ലേസ് ചെയ്തത്. ഇയിൽ സിങ്കും അയണുമാണ് ഉണ്ടായിരുന്നത് അല്ലേ? സിങ്കിലേക്ക് അയൺ ഇടുകയാണ് ചെയ്തത്, സിങ്ക് സൾഫേറ്റിലേക്ക് അയൺ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ
അയൺ ആയിരുന്നു കൂടുതൽ റിയാക്റ്റീവ് എങ്കിൽ അയൺ സിങ്കിനെ റീപ്ലേസ് ചെയ്യും. പക്ഷേ അവിടെ ഒരു റിയാക്ഷൻ നടന്നില്ല. അതിൻ്റെ അർത്ഥം സിങ്ക് ആണ് അയണിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ്. സോ സിങ്ക്, അയൺ, കോപ്പറാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. എന്തുകൊണ്ടാണ്? കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ സിങ്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ അയൺ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഈ രണ്ട് കേസസിലും അവിടെ റിയാക്ഷൻ നടന്നു. കോപ്പറിനെ രണ്ടുപേരും റീപ്ലേസ് ചെയ്തു. അതുകൊണ്ട് കോപ്പറാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിച്ചത് 5 കെമിക്കൽ പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, സെക്കൻഡ് വൺ റിയാക്ഷൻ വിത്ത് വാട്ടർ, തേർഡ് റിയാക്ഷൻസ് വിത്ത് ആസിഡ്, ഫോർത്ത് റിയാക്ഷൻസ് വിത്ത് ബേസസ്, ഫിഫ്ത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സെക്കൻഡ് നമ്മൾ റിയാക്ഷൻ വിത്ത് വാട്ടർ പഠിച്ചു. അതിൽ നമ്മൾ മെറ്റൽസും നോൺ മെറ്റൽസും എങ്ങനെയാണ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അതിൽ നമ്മൾ മനസ്സിലാക്കി മെറ്റൽസ് തന്നെ പലതരത്തിലുള്ള റിയാക്ഷൻസാണ് വാട്ടറായിട്ട് കാണിക്കുന്നത്. സോഡിയം എന്നുള്ള മെറ്റൽ വാട്ടറിൽ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇറ്റ് ക്യാച്ചസ് ഫയർ ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ. പിന്നെ നമ്മൾ പഠിച്ചു അയൺ ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. നെക്സ്റ്റ് നമ്മൾ നോൺ മെറ്റൽസിനെ കുറിച്ച് പഠിച്ചു. നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്ന നോൺ മെറ്റൽ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വാട്ടർ. പക്ഷെ നേരെ മറിച്ച് എയറായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഫോസ്ഫറസ് ക്യാച്ചസ് ഫയർ. പിന്നെ നമ്മൾ പഠിച്ചത് റിയാക്ഷൻ വിത്ത് ആസിഡ്സ് ആയിരുന്നു. മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. ജനറലി നോൺ മെറ്റൽസ് ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ഷൻ വിത്ത് ബേസസിൽ സെയിം റിയാക്ഷനാണ് മെറ്റൽസിൻ്റെത്. മെറ്റൽസ് ബേസായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. നോൺ മെറ്റൽസും ബേസസും തമ്മിലുള്ള റിയാക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഫിഫ്ത്ത് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആയിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ കുറേ കേസസ് നമ്മൾ പഠിച്ചു. അതിലെല്ലാ കേസിലും ഒരു മോർ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന്. ഇനി നമുക്ക് യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നോക്കാം. Uses of metals. It is used in making machinery, automobiles, aeroplanes, trains, satellites, industrial gadgets, cooking utensils, water boilers, etc. Uses of non-metals നോക്കാം. യൂസസിൽ 4 യൂസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോൺ മെറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ അവർ ലൈഫ് വിച്ച് ഓൾ ലിവിങ് ബീയിങ്സ് ഇൻഹേൽ ഡ്യൂറിങ് ബ്രീത്തിങ്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നോൺ മെറ്റലായ ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നോൺ മെറ്റൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. നോൺ മെറ്റൽസ് യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ് ടു എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. പല ഫെർട്ടിലൈസേഴ്സിലും നോൺ മെറ്റൽസ് ഇൻക്ലൂഡഡ് ആണ്. നോൺ മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്. വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോൺ മെറ്റൽ യൂസ് ചെയ്യുന്നു. ക്ലോറിൻ എന്ന് പറയുന്നത് വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് പ്യൂരിഫിക്കേഷന്. ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോൺ മെറ്റൽ യൂസ്ഡ് ഇൻ പർപ്പിൾ കളേർഡ് സൊല്യൂഷൻ which is applied on wounds as an antiseptic. നോൺ മെറ്റൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, നോൺ മെറ്റൽസ് യൂസ്ഡ് ഇൻ ക്രാക്കേഴ്സ്. ക്രാക്കേഴ്സിലൊക്കെ നോൺ മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.